അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞ സെൻറ്റ് മേരീസ് ബസിലിക്ക. അപ്പോൾ ഈ ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പറഞ്ഞ കഴിച്ച അഡിക്റ്റഡ് ആവട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ പോണത് ഡബിൾ ഡെക്കർ ട്രെയിനിലാട്ടോ. ഇത് നമുക്ക് അറിയില്ലായിരുന്നു ബുക്ക് ചെയ്തപ്പോൾ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു സെൻറ്റ് മേരീസ് ബസിലിക്ക ഉണ്ട്. നമ്മൾ അവിടേക്ക് പോകാട്ടോ. അപ്പോൾ നമുക്കൊരു ഊബർ ഓട്ടോ പിടിക്കാം. ആണ് ഏറ്റവും എളുപ്പം. ഇവിടെ നല്ല തണുപ്പാട്ടോ. നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ 14 ഡിഗ്രിയാണ്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ഊബർ ഓട്ടോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. ഊബർ അല്ലെങ്കിൽ റാപ്പിഡ് ആട്ടോ. നമ്മൾ നാട്ടിൽ പോലെ നോർമൽ ഓട്ടോ വിളിച്ച് പോയവർ നല്ല റേറ്റ് വാങ്ങും കേട്ടോ. അതിനൊരു മെയിൻ എക്സാമ്പിളാണ് ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് ഗോപാൽ മാളിലേക്ക് വരാനായിട്ട് ഊബറിൽ എനിക്ക് തോന്നുന്നു 400 സംതിങ് കാണിച്ചുള്ളൂ. അവിടെ ആൾ പറഞ്ഞത്, അവിടെ ലോക്കൽ ആൾ പറഞ്ഞത് 800 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമെന്നുള്ളൂ. അപ്പോൾ ഏറ്റവും സേഫ് ഇങ്ങനത്തെ ഓൺലൈൻ ഓട്ടോ ഒക്കെയാണ് ഏറ്റവും സേഫ്. തമിഴാണോ? തമിഴ് ഞാൻ സംസാരിക്കാം. എവിടെ കിട്ടിയാ കാലി വണക്കം ആണ്. ഞങ്ങൾക്ക് ഇங்கே ഗോപാലം മാളിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്നാ. അപ്പോൾ നമ്മൾ വിളിച്ച ഓട്ടോ വന്നിട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ പള്ളിയിലേക്ക് പോകണം. കാലത്തായതുകൊണ്ട് ചെറിയ ട്രാഫിക് കിട്ടണം. അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞ സെൻറ്റ് മേരീസ് ബസിലിക്ക. സെൻറ്റ് മേരീസ് ബസിലിക്കയുടെ ലൊക്കേഷൻ വന്നത് ശിവാജി നഗറിലാണ്. ബാംഗ്ലൂരിലുള്ള പഴയ ചർച്ചുകളിൽ ഒന്നാണ് ഈ ബസിലിക്ക. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് 1982-ലാണ്. നമ്മളിവിടെ വരാണെങ്കിൽ നമുക്ക് മെഴുകുതിരിയും പൂവും ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇവിടെ പള്ളിയുടെ സൈഡിലായിട്ടൊരു കൗണ്ടറുണ്ട്. ഇതിന് 20 രൂപയാട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ പൂവ് ഇവിടെ നിൽക്കുന്ന ആളിലേക്ക് കൊടുക്കണം കേട്ടോ. മെഴുകുതിരി നമ്മളിവിടെ കത്തിച്ച് വയ്ക്കണം. പിന്നെ ജോഷിയും പൂവും മെഴുകുതിരിയും വാങ്ങിച്ച് മാതാവിന് സമർപ്പിച്ചു. ഇവിടെ തിരികൾ മാത്രമല്ല കേട്ടോ, മാതാവിന് സാരിയും സമർപ്പിക്കാവുന്നതാണ്. ഈ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളിയിൽ കുർബാന നടക്കണം. നമ്മളതുകൊണ്ട് പള്ളിയകത്ത് കയറിയില്ല. നമുക്ക് പോകാൻ ടൈമായി. കാരണം നമ്മൾ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. നമ്മളിവിടെ നിന്ന് ഓട്ടോ പിടിച്ച് തിരിച്ച് ഗോപാലം മാളിലേക്ക്. ഗോപാലൻ മാൾ.
അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോൾ കഴിച്ചൊരു ഐറ്റം കേട്ടോ, നിപ്പട്ടെന്ന് അതിൻ്റെ പേര്. അടിപൊളി കേട്ടോ. അപ്പോൾ ഈ ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ച അഡിക്റ്റഡ് ആവട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ 40 കഴിച്ചു, ഞാൻ ജോഷിയും കൂടി 40 വരെ കഴിച്ചു സാധനം. അടിപൊളി ഐറ്റമാണ്. അടിപൊളി സാധനം. നമ്മൾ നാരങ്ങളും കുടിക്കുമ്പോൾ ടെക്സ്റ്റിങ്സ് ആയിട്ട് സെറ്റായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ജോഷി പിന്നെയും ഊബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പഠിച്ചിരിക്കുന്ന മക്കളെ, ഊബർ ബുക്ക് ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. ജോഷി ഇപ്പോൾ ഊബർ ബുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു, പക്ഷേ ഈ ലൊക്കേഷൻ ഓൺ ചെയ്യില്ല. ഈ ഡ്രൈവർ കിടന്ന് അങ്ങോട്ട് കറങ്ങും, എവിടെയാണെന്ന് വെച്ച് വിളിക്കും. നമുക്കായിട്ട് കന്നഡ അറിയില്ല, ഹിന്ദിനെ അത്യാവശ്യം പിടിച്ചേക്കും. പിന്നെ തമിഴ് വല്ല കുഴപ്പമില്ല, തമിഴ് മലയാളം തന്നെ അറിയില്ല. ടൈമുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മെട്രോയിലൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ടൈമില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെയും ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം 3 നമ്മുടെ ട്രെയിൻ. അല്ലടാ 2 അങ്ങോട്ട് 3 ഇങ്ങോട്ട്, അങ്ങനല്ലേ ചോദിക്കണം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ പോണത് ഡബിൾ ഡെക്കർ ട്രെയിനിലാട്ടോ. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ബുക്ക് ചെയ്തപ്പോൾ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഡബിൾ ഡെക്കർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ബാ കമോൺ ചോദിച്ചു. നമ്മുടെ സീറ്റ് വരുന്നത് താഴെ പോയിട്ടോ, നമുക്കറിയില്ലായിരുന്നു ബുക്കിംഗ് നമുക്ക്. കുറച്ച് ടൈറ്റാണ്. കമോൺ, താഴെയാണ് നമ്മുടെ സീറ്റ്. താഴെ ഇതാണ് നമ്മുടെ സീറ്റ്. ജോഷോളുടെ ബാഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ പോകണമല്ലേ? അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഒരു വീക്കെൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് ആലുവയിലേക്ക് കിട്ടിയില്ല കേട്ടോ. ബസ് നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ കോയമ്പത്തൂർ ഒന്ന് കറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ആലുവയിലേക്ക് പോയത്. അപ്പോൾ കോയമ്പത്തൂർ നമ്മൾ കറങ്ങിയതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.